മക്കള് സ്കൂള് വിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാലോ? ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഐറ്റം നമ്മുടെ വൈറൽ ചായ് കപ്പിൾസിന്റെ ബൺമസ്ക് ആണ് കേട്ടാ. കൊറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് അവരുടെ അടുത്ത് പോയിട്ട് അത് കഴിക്കണം 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 എന്ന്. അടുത്തുപുറത്തൊന്നും അത് നടക്കാൻ പോണില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ബൺമസ്കയില് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സാധനം എന്താണെന്നറിയോ? നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ തിന്നാ പോലും അത്ര ടേസ്റ്റ് ഉള്ള ബണ്ണ് വേണം. അതുകൊണ്ട് തന്നെ നെല്ലായത്ത കടകളിലെ ബന്നൊന്നും വാങ്ങാണ്ട് ഞാൻ നേരെ കൊടകരേക്ക് വിട്ടു, നമ്മുടെ നവ്യ ബേക്കറിയിലേക്ക്. ബണ്ണ് മാത്രം വാങ്ങിച്ചിട്ട് പോരെന്ന് തീരുമാനിച്ച് ഞാൻ കുറച്ചധികം ഐറ്റംസ് വാങ്ങിച്ചിട്ടാണ് നവ്യെന്ന് പോകുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ബൺമസ്കും ഇറാനി ചായയും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇറാനി ചായ എന്നൊന്നും എന്റെ ചായനെ വിളിക്കാൻ പറ്റില്ല. ഞാൻ സാധാരണ ഇടുന്ന ഏലക്കായും അതിന്റെ കൂടെ കുറച്ച് കറുകപ്പട്ടൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് നന്നായിട്ട് കുറുക്കി എടുത്തു കേട്ടോ ചായ. ഇനി നമ്മുടെ ബണ്ണ് എങ്ങനെ റെഡിയാക്കാന്ന് നോക്കാം. നല്ല മയുള്ള ബണ്ണ് എടുത്ത് നടുക്കനെ കീറിയിട്ട് അതിനുള്ളിൽ ഒരു ബട്ടർ മിക്സ് വെക്കുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കാന്നറിയോ? നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ കുറച്ചെടുക്കുക, പിന്നെ അതിന്റെ കൂടെ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക. വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. മധുരം ഓവർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണേ കഴിക്കാൻ പറ്റുള്ളൂ. വളരെ കുറച്ച് മധുരാണെങ്കിൽ നമുക്കൊരു 2-3 ഒക്കെ പൂശാൻ പറ്റും. എന്നിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം, നന്നായി പതപ്പിച്ചെടുക്കണം. ആ ക്രീം മിക്സ് നേരെ നമ്മുടെ ഈ ബണ്ണിന്റെ ഉള്ളിലും പുറമേയും അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് തേച്ചു കൊടുക്കുക. എന്നിട്ട് എന്താ, ഇറാനി ചായ കൂട്ടി അങ്ങോട്ട് തട്ടുക. പക്ഷെ എനിക്ക് ഇറാനി ചായയിൽ മുക്കി കഴിക്കുന്നതിനേക്കാളും ഇറാനി ചായ ഒരു സിപ്പ് കുടിക്കുക, ഇതൊരു കടിയടിക്കുക, അങ്ങനെയാണ് എനിക്ക് ഇഷ്ടമായ കോമ്പിനേഷൻ ട്ടാ. അങ്ങനെ ആദ്യം തന്നെ ഒരെണ്ണം പ്രശാന്തേണ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേര് എത്തിയിട്ടുണ്ട്. ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് പോരെ, ഒരു സ്പെഷ്യൽ ഐറ്റം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നും പറഞ്ഞ് അവരെ കുളിക്കാൻ വിട്ടു. ജാനു എന്തോ ഒരു ലവ് ലെറ്റർ ഒക്കെ കൊണ്ടാ വന്നേ എനിക്ക് കേട്ടാ. പ്രശാന്തേട്ടൻ അമ്പലത്തിലേക്ക് പോയി. അങ്ങനെ പിള്ളേര് കുളിച്ച് റെഡിയായി വരുന്നുണ്ട്. ഇനി അവരെ ഒന്ന് ഞെട്ടിപ്പിക്കാം. അവര് ഗസ് ചെയ്ത് അവസാനം പറഞ്ഞു കേട്ടാ, ബൺമസ്ക് ആണോ അമ്മയെന്ന്. ഇത് കാണുമ്പോ നിങ്ങൾക്ക് തോന്നും, എന്തിനാ ഈ കുട്ടികളെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കണേ, അവരുടെ കുളി കഴിയുമ്പോഴത്തേക്കും അത് ഉണ്ടാക്കി വെക്കായിരുന്നില്ലേ ഹരിതേന്ന്. പക്ഷെ അല്ല, ഇവിടത്തെ പിള്ളേർക്ക് എന്ത് വെറൈറ്റി സാധനം ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞാലും അതിന്റെ റെസിപ്പി അറിയാനും അതെങ്ങനെയാ അമ്മ ഉണ്ടാക്കണേന്ന് കാണാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബണ്ണും അതിന്റെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ അതെല്ലാം റെഡിയാക്കി അവർക്ക് കൊടുത്തത്. ജാനു ചായയിൽ മുക്കാതെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമശിവ ചായയിൽ മുക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ അമ്മയെന്ന് പറഞ്ഞു. പക്ഷെ ചായയിൽ മുക്കണേക്കാളും തന്നെ കഴിക്കാൻ തന്നെയാട്ടോ അമ്മ രസം എന്ന് നമശിവും പറഞ്ഞു കേട്ടാ. എന്തായാലും പിള്ളേർക്കും പ്രശാന്തേണ്ണൊക്കെ സാധനം ഭയങ്കര ഇഷ്ടമായി. നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തോളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ബണ്ണ് നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടാ, എന്നാലേ അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ. ഇനി എന്തെങ്കിലും ഒറിജിനൽ ബൺമസ്ക കഴിക്കാനായിട്ട് ചായ കപ്പിളിന്റെ അടുത്ത് പോണം എന്നുള്ള ഒരു ആഗ്രഹം ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട് കേട്ടാ.